പ്യുവർ കോട്ടൺ ഫാബ്രിക്കിനകത്തേക്ക് വന്നേക്കുന്ന 3 പീസ് സെറ്റ് ആട്ടോ. യോക്ക് പോർഷനിലേക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മിറർ വർക്കും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡുകളിലേക്കാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്. അതിനകത്ത് ഫസ്റ്റ് ഷെയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാർക്ക് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ബ്ലൂ ഷെയ്ഡാണ്. അപ്പോൾ അതിൻ്റെ ബോട്ടത്തിൻ്റെ പാച്ച് യോക്കിലേക്ക് കൊടുത്തിട്ട് നമ്മൾ സാധാ ചെയ്യുന്നതിനെക്കാട്ടിലും ചെറിയ ചെറിയ മിറേഴ്സും കൊണ്ടുള്ള വർക്കാണ്. കട്ട് ബീഡ്സ് യൂസ് ചെയ്തിട്ടില്ല, മിറർ വർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. സ്ലീവിൻ്റെ എൻ പോർഷനിലേക്ക് ആ ബോട്ടത്തിൻ്റെ പാച്ച് തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. ടോൺ ടു ടോൺ അത് 3 തന്നെ ആ സെയിം ഡാർക്ക് ബ്ലൂ ഷെയ്ഡിലേക്കാണ്. ദുപ്പട്ടയിലേക്ക് വന്നേക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ആ ബോട്ടത്തിൻ്റെയും ടോപ്പിൻ്റെ സെയിം ടൈപ്പ് ഓഫ് പ്രിന്റുകളും കൂടെ ആട്ടോ. പ്രൈസ് നമ്മൾ വന്നേക്കുന്നത് 1395. നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത് നല്ലൊരു ബ്രിക്ക് കളറിലേക്കാട്ടോ. ഒരു ചിക്കു കളറിലെ പ്രിന്റുകൾ അതിനകത്തേക്ക് വന്നേക്കുന്നത്. ഇതിൻ്റെയും യോക്കിലേക്ക് സെയിം ആയിട്ട് തന്നെ ആ ഒരു മിറർ വർക്ക് തന്നെ വന്നേക്കുന്നത്. സെൽഫായിട്ട് ആ സെയിം കളർ ടോണിലേക്ക് തന്നെയുള്ള ത്രെഡ്സാണ് യൂസ് ചെയ്തേക്കുന്നത്. ദുപ്പട്ട വന്നേക്കുന്നത് നല്ല സെയിം തന്നെ സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിനകത്തേക്ക് അത്യാവശ്യം നല്ല വീതി നീളമൊക്കെ ഉണ്ട്. ടോപ്പ് സ്ലിറ്റഡ് പാറ്റേണിലേക്ക് വിത്ത് കോട്ടൺ ലൈനിങ്ങും കൂടെ. നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത് നമ്മുടെ ഒരു ബർഗൻഡി കളർ എന്ന് പറയാം കേട്ടോ. നമ്മുടെ ഗ്രേപ്പ് കളറും ചെറുതായിട്ട് മെറൂണും കൂടെ മിക്സ് ചെയ്ത് വന്നേക്കുന്ന ഷെയ്ഡാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നേക്കുന്ന പ്രിന്റുകളും കേട്ടോ. അപ്പോൾ സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കാണ്, ഇടാൻ വേണ്ടിയിട്ട് നല്ല കംഫർട്ടബിൾ ആണ്. അപ്പോൾ ഈ ഐറ്റംസ് ബോട്ടത്തിൻ്റെ ലെങ്ത് വന്നേക്കുന്നത് 39 ഇഞ്ചസിലേക്കാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് വെബ്സൈറ്റിൽ കൂടെ അല്ലെങ്കിൽ വാട്സാപ്പിൽ കൂടെ നിങ്ങൾക്ക് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാവുന്നതാണ്.